ഡെർബിയിലെ ഹൈറ്റ്സ് ഓഫ് എബ്രഹാം കാണാനുള്ള പോക്കാണ്. നമ്മുടെ നാട്ടിലെ മറ്റേ ഹൈ റേഞ്ചിൽ പോകുമ്പോൾ ഉള്ള അതേ പ്രതീതിയിൽ ആ സസ്യ ജൈവ വൈവിധ്യങ്ങളെല്ലാം ഇവിടെ ഉണ്ട്. അടിപൊളി. എന്താ മൂന്നാറൊക്കെ എത്തിയപ്പോൾ മലകളുണ്ട്. സർ റിച്ചാർഡ് റോറൈറ്റ് എന്താ സാധനം? നാട്ടില് ഹൈ റേഞ്ചിലെത്തി അതേ രീതിയിൽ കുറച്ചൊരു പ്രതീതി കിട്ടുന്നുണ്ട്. ന്യൂ ബാത്ത് ഹോട്ടൽ പള്ളിയാണ്. തട്ടുകടകളുടെ അടുത്ത് എത്തിയ പ്രതീതി ഇല്ലേ ഹൈ റേഞ്ചില്? നമ്മുടെ ഹൈ റേഞ്ചിലെ തട്ടുകടകളുടെ അടുത്ത് എത്തിയ പ്രതീതി ഇല്ലേന്ന് ഇപ്പൊ? വഴിയോര കച്ചവടം അതല്ല. മറ്റേ സാധനം എടുക്കില്ല. സെൽഫി സ്റ്റിക്ക്. ഇത് ശരിക്കും ടൂറിസ്റ്റ് ഏരിയ തന്നെയാണ്. നമ്മൾ ഏകദേശം ഡെസ്റ്റിനേഷനിലായി കേട്ടോ. ഈ പാലം കടന്നു കഴിഞ്ഞാൽ ഇതിന്റെ ഏറ്റവും അടുത്തുള്ള പാർക്കിംഗ് ഏരിയ ആണ്. ഇത് ഇവിടുത്തെ ട്രാം സ്റ്റേഷന്റെ പാർക്കിംഗ് ഏരിയ ആണ് കേട്ടോ. ഇവിടെ മറ്റേ ഇവർക്ക് പാർക്കിംഗ് ഇല്ല. സോ ഇവര് നമുക്കായിട്ട് അടുത്തുള്ള പാർക്കിങ്ങിന്റെ ഏരിയാസ് കാണിച്ചു തരുന്നേ ഉള്ളൂ. അപ്പം സംഭവം എന്ന് വെച്ചാൽ നമ്മൾ അവിടെ ഇട്ടോളണം, എന്നിട്ട് പേ ചെയ്ത് പാർക്ക് ചെയ്തോളണം. അതാണ് ഇവിടുത്തെ പരിപാടി. ഇവിടെ നോക്കിയാ ഫുൾ ആളാണ് കേട്ടോ. അതെ, അപ്പുറത്തോട്ടും പാർക്കിംഗ് ആണ്, ഫുൾ പാർക്കിംഗ് ആണ്. ഡെർബിഷെയറിൽ ഹൈറ്റ്സ് ഓഫ് എബ്രഹാം. നമ്മുടെ വണ്ടി ഇവിടെ കൊണ്ട് നിട്ട് പാർക്ക് ചെയ്ത് കുറച്ച് നടന്നിട്ട് എനിക്ക് തിരിച്ചു വരണ്ടേ. ഞാൻ ഇതെടുക്കാൻ മറന്നുപോയായിരുന്നു. അത് കാരണം തിരിച്ചത് ഷോർട്ട് കട്ട് വഴി വന്നതാ. നമ്മുടെ നാട്ടിൽ കേട്ടോ ഇടുക്കിയിൽ കാടിൻ്റെ ഇടയിൽ കൂടെ പോകുന്ന അതേ പ്രതീതി. മെയിനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് റോഡ് യൂസ് ചെയ്യുമ്പോൾ നമ്മൾ വളരെ കെയർഫുള്ളാണ്. നമ്മുടെ കാര്യം മറ്റുള്ളവരുടെ കാര്യം നമ്മൾ ശ്രദ്ധിക്കും. നമ്മുടെ മുന്നിൽ വരുന്ന ഹസാർഡ്സ് അവോയ്ഡ് ചെയ്യാൻ പറ്റണം. നമ്മളാർക്കും ഹസാർഡ് ആവാതിരിക്കാൻ. ഈ റോഡിൽ ഈ ട്രാക്കിനകത്ത് കയറി നടന്നു കഴിഞ്ഞാൽ നമ്മൾ ഏകദേശം സേഫാണ്. ഇവിടെയും ഫുള്ള് പാർക്കിംഗ് ആണ്. ഇത്ര ആൾക്കാർ ഇവിടെ ഇങ്ങനെ വരുമെന്നുള്ളത് ഇപ്പോഴും മനസ്സിലാകുന്നു. സമ്മറാണ്. രണ്ടും കൂടി ഇവിടെ മാറി ഇപ്പോൾ ഉണ്ട്. ഇനി ഇത് നമ്മുടെ സാധനം നോക്ക്. ഇവിടെ മാപ്പുണ്ട്. ഇവിടുന്ന് കേബിൾ കാറിൽ കയറിയാണ് അവിടെ ചെല്ലുന്നത്. ഫുട്പാത്ത്, റിവർ, പാർക്ക്, ഷോപ്സ്, കഫേസ്, പ്ലേ ഗ്രൗണ്ട്സ് എല്ലാം. യു ആർ ഹിയർ ഇതിവിടെ ഉണ്ട്. മെമ്മോറിയൽ ഗാർഡൻ, ആർട്ടിസ്റ്റ് കോർണർ ആൻഡ് മാർലോഡ്. അവിടെ ഒരു കാർ പാർക്കിംഗ് ഉണ്ടായിരുന്നു. നമ്മളിപ്പോൾ ഇട്ടത് ഡെർബൻ വാലിയിലാണ് ഇവിടെ ഇട്ടേക്കുന്നത്. നോർത്ത് പരേഡ്, റിവർ ഡെർബൻ, സൗത്ത് പരേഡ്, ഗ്രാൻഡ് പവിലിയൻ, ഡെർബൻ, നാഷണൽ മിൽസ്, ഫുഡ് ബ്രിഡ്ജ്. എവിടെയാണ് നീ കാണിച്ചത്? മറ്റേ കേബിൾ കാർ. ആ, കേബിൾ കാർ ഇവിടെയാണല്ലേ. അപ്പോൾ നമ്മൾ പോകേണ്ടത് അങ്ങോട്ടാണ്. അപ്പോൾ പാർക്കിംഗ് ഏരിയയിൽ വന്നു കഴിയുമ്പോൾ നമുക്ക് കാണുന്നുണ്ട് ഇങ്ങനെ സാധനം. കേബിൾ കാർ അങ്ങോട്ടാണ് റൈറ്റിലോട്ടാണ്. മോട്ടോഴ്സ് ഓൺലി അപ് ടു ദിസ്. പിന്നെ ഇവിടെ ഇവരിട്ടേക്കുന്ന പാർക്കിംഗ് ഓതറൈസ്ഡ് വെഹിക്കിൾസ് ഉള്ളി. മറ്റേ ഇവർക്കായിരിക്കും, ഇവിടുത്തെ ജീവനക്കാരായിരിക്കും.
ഓക്കെ, ഇനിയിപ്പോൾ നമ്മൾ കേബിൾ കാറിൻ്റെ അങ്ങോട്ടേക്ക് പോകാം. കേബിൾ കാറിൽ കയറി ഹൈറ്റ്സിൽ ചെന്നിട്ട് വേണം അതിൻ്റെ അടുത്ത സ്റ്റെപ്സിലേക്കുള്ള കാര്യങ്ങൾ നോക്കാൻ. കുറച്ച് നടക്കാനുണ്ട്. അങ്ങോട്ട് പോകണോ? അതെ, അത് തുറന്ന് കയറി. അറിയില്ല, അവൻ അതിൻ്റെ ഇടക്കൂടെ കയറി. ഈശ്വര, ഡോഗ് മറ്റേ ഇതിനകത്ത് അലൗഡാണേ, കേബിൾ കാറിനകത്ത്. ആ അതെ, നമ്മുടെ ചങ്ങനാശ്ശേരി AC റോഡിൻ്റെ അവിടെ ചെയ്തിരുന്ന അതേ മെത്തേഡാണിത്. ഇതുണ്ട്. ഇതെന്തിനാണെന്നറിയോ? വെള്ളം അതിൻ്റെ ഇടക്കൂടെ ഇറങ്ങി പോരുകയും വേണം, എന്നാൽ മറ്റേ ലാൻഡ് അവിടെ നിൽക്കുകയും വേണം. അതിന് വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യുന്നു. അത് ശരി. അത് മറ്റേ ഡെർവൻറ്റ് റിവർ അല്ലേടാ? ഇതുവഴി വേണേൽ അവിടെ നിന്ന് നേരെ ഇങ്ങോട്ട് നടന്നു വരാം. ഗ്യാസ് ഹൗസ് ബ്രിഡ്ജ്, റെയിൽ അതോറിറ്റി. ഓ, ഇത് റെയിൽവേ ആണ് മുകളിൽ, ട്രാം പോകുന്ന വഴിയാണ്. ഇതിൻ്റെ മുകളിലൂടെ ഇങ്ങോട്ട് വണ്ടി പാടില്ല എന്ന് അവിടെ എഴുതി വെച്ചേക്കുന്നുണ്ടല്ലേ? നോ മോട്ടോർ ആക്സസ്, കേബിൾ കാർസ്, കാവേൺസ് ആൻഡ് ഹിൽ ടോപ്സ്. ഇവിടെ ഇത് സ്റ്റാഫിൻ്റെ ആയിരിക്കും കേട്ടോ. ഇത് കേബിൾ കാർ സ്റ്റാർട്ട് ചെയ്യുന്ന പോയിൻ്റാണ്. ഹൈറ്റ്സ് ഓഫ് എബ്രഹാം എന്നാണ് പേര്. ഇവിടെ ലൈറ്റ്സ് ഓഫ് എബ്രഹാം ഇട്ടെന്ന്. വിൻ്റർ ലൈറ്റ്സ് ട്രെയിൽ. ഇതാണ് കേബിൾ കാർ. ആ അതെ, കേബിൾ കാർ പോകുന്നത്. ഇവിടുത്തെ ടിക്കറ്റ് റേറ്റിൽ കുറച്ച് പ്രത്യേകതകളുണ്ട് കേട്ടോ. ഓൺലൈനിൽ ടിക്കറ്റ് വാങ്ങിക്കുന്നവർക്ക് അഡൽസിന് പെർ ഹെഡ് 25 പൗണ്ടാണ് അടയ്ക്കേണ്ടത്. ഇവിടെ വന്ന് വാങ്ങിക്കണേ 28.5 പൗണ്ട് ആവും. നമ്പർ കാണിച്ചാൽ മതി. NHSകാർക്ക് 20% ഡിസ്കൗണ്ട് ഉണ്ട്. അതായത് 20 ആകുന്നത്. ഓൺലൈനിൽ എടുത്തിട്ട് ഇവിടെ വന്ന് ID കാണിച്ചാൽ. പബ്ലിക് ട്രാൻസ്പോർട്ട് യൂസ് ചെയ്യുന്ന എല്ലാവർക്കും 20% ഡിസ്കൗണ്ട് ഉണ്ട്. അതായത് 20 വെച്ചെടുത്താൽ. ചിൽഡ്രൻ ബിലോ 5 years ആണെങ്കിൽ ഫ്രീ ആണ് കേട്ടോ. അതല്ല അതിൻ്റെ താഴെ, അതിൻ്റെ മുകളിലത്തെ ഡൗൺലോഡ് ചെയ്യട്ടെ. ഓൺലൈനിൽ നമ്മൾ ബുക്ക് ചെയ്തിരുന്നു. അതിലൊരു നമ്പർ ഇട്ടു. ആ നമ്പർ ഇവിടെ കാണിച്ചാൽ മതി, അല്ലെങ്കിൽ ബാർകോഡ് ഉണ്ട്, ആ ബാർകോഡ് കാണിച്ചാൽ മതി. Jackson Pivens. Do you have your NHS card? Yeah. Yep. NHS card. NHS കാർക്ക് ഒരു 5 rupees, 5 pound ഉള്ളതുകൊണ്ട്. That's great, thank you. Thank you. There you go. Thank you. എൻട്രൻസ്. ഇതാണ് നമ്മുടെ കൈത്തര ദിവസം. മുകളിലൊരു റെസ്റ്റോറൻറ്റും സ്നാക്സ് ഷോപ്സും ഒക്കെ ഉണ്ട്. പക്ഷേ നിങ്ങൾക്ക് വേണമെങ്കിൽ ഫുഡ് കൊണ്ടുപോകാൻ കേട്ടോ. ഫുഡും വാട്ടറും ഒക്കെ കൊണ്ടുപോകും. ടിക്കറ്റ് കൗണ്ടറിൽ നിന്ന് ഇങ്ങനെ ബ്രോഷർ നമുക്ക് കിട്ടും കേട്ടോ. അത് വെച്ച് നമുക്ക് കുറെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാം. ബ്രോഷർ ഒക്കെ ഇങ്ങനെ തരുന്നുണ്ടേ. ഇതിൽ കീ ടു ദ ഹൈറ്റ്സ് എല്ലാം പറയുന്നുണ്ട്. ഞാൻ ആ ലിസ്റ്റ് ചെയ്ത് വെച്ച സാധനം അതിനകത്തുണ്ടെന്ന് തോന്നുന്നില്ല.
അതെ. ഈ കേബിൾ കാർ സ്റ്റേഷനിൽ നിന്ന് ആൾക്കാർ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് കയറി പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അടുത്ത സ്റ്റെപ്പ് കയറാനുള്ള റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. Hi there, how many have we got? 4 and a dog. 4 and a dog. Do you want to come with here for me? Okay, well, hello. Hello. Ah, you're right. Hello. How many is it? 3. Yeah, do you want to wait down for the middle? Thank you. And then we've got... ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇതിലൊരു കേബിൾ കാറിൽ 6 പേർക്ക് വരെ കയറാം. ഇപ്പൊ കാണുന്നതനുസരിച്ച് അവര് കേബിളില് 3 കാർ വീതമാണ് അടുത്തടുത്ത് സെറ്റ് ചെയ്തേക്കുന്നത്. ഇങ്ങനത്തെ 3 സെറ്റ് ഉണ്ടെന്ന് തോന്നുന്നു. അങ്ങനെയാണെങ്കിൽ 3 9 കാർ, അതായത് ഒരു സെറ്റ് വരുമ്പോ 6 3 18 പേർക്ക് കയറിപ്പോ. Down halfway. I'm not taking the knee. What we do? Well, no. We'll not jump now. ഇങ്ങനെയാണത് കറങ്ങുന്നതുകൊണ്ടാണ് കേബിൾ ഇങ്ങനെ അങ്ങോട്ട് ഇങ്ങോട്ട് ചുറ്റിയിട്ടാണ്. അല്പം കഴിയുമ്പോൾ നമുക്ക് പോകാനുള്ള സെറ്റിംഗ് എത്തി. Sit on the left, all right. നടക്ക്. അങ്ങനൊന്നുമില്ല, പയ്യ അങ്ങ് കയറിയാൽ മതി. താങ്ക് യു. അതൊന്ന് പേടിക്കണ്ട. മറ്റേ ഇനി വേറെ കാര്യമുണ്ട്, ഇടയ്ക്ക് വെച്ച് നിന്നു പോവ്. അത് ഓട്ടോമാറ്റിക്കാണ്. അതെ പിന്നെ ഇടയ്ക്ക് വെച്ചൊന്ന് നിൽക്കും കേട്ടോ. ഇടയ്ക്ക് ഇതുപോലെ ഇവിടെ സാധനം സ്റ്റോപ്പാകുമ്പോൾ ഫുള്ള് സ്റ്റോപ്പാകും. Automatic doors shut. ഈ കേബിൾ കാറിന്റെ മൂവ്മെന്റിന്റെ ഒരു ഏരിയൽ വ്യൂ നോക്കിയാൽ ഇതിപ്പോ മൂവിങ് ഔട്ട് ഓഫ് ദ സ്റ്റേഷൻ ആണ്. ഇതാണ് ഇത്. ഇങ്ങോട്ട് ഇറങ്ങുമ്പോൾ ടക്കെന്ന് സൗണ്ട് വരുന്നത്, അങ്ങോട്ട് കയറുമ്പോഴും ടക്കെന്ന് സൗണ്ട് വരും. ആ 3 ക്യാബിനും സ്റ്റേഷന്റെ ട്രാക്കിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങുമ്പോഴത്തേക്ക് സ്പീഡ് കൂടും. We are going up. ഞാൻ ഫസ്റ്റ് ടൈം ആട്ടോ. Eh? ഞാൻ ഫസ്റ്റ് ടൈം. നീ കയറിയിട്ടുണ്ടോ? എപ്പോഴാ? ഇനിയാണ് രസം. താഴെ നോക്കൂ, താഴെ നോക്കണേ, എന്നാലും രസമുള്ളൂ. താഴോട്ട് നോക്കണേ. ആ, എന്നാലേ രസമുള്ളൂ ഇതിന്. അടിപൊളി. ഡെർവൻ റിവർ ആണ് ഈ കാണുന്നത്. ഡെർബിഷെയർ ഏകദേശം എല്ലാ ഭാഗവും നല്ല പോലെ വ്യൂ ഉണ്ട് കേട്ടോ. അതിനകത്തുനിന്ന് അടിപൊളിയുണ്ട്. അവൾ അള്ളിപ്പിടിച്ചിരിപ്പുണ്ട്. ഇതുണ്ടോ, ശ്വാസം പിടിച്ച് അള്ളിപ്പിടിച്ചിരിപ്പുണ്ട്. കാറുകൾ പോകുന്നു, വാഹനങ്ങൾ. ആ, ഇതുപോലെ ആ വ്യൂ അടിപൊളിയാണ് കേട്ടോ, അടിപൊളിയാണ്. ആ ഒരു മലയുടെ വ്യൂ സൂപ്പർ വ്യൂ ആണ്, സൂപ്പർ വ്യൂ. ഇതിലൊരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പോകുമോ അല്ലേ? എന്നുവെച്ചാൽ അടുത്ത ടവറിലേക്ക് പോകും. മേലോട്ട് പോവാ. ആ ടവറിലേക്ക് നമ്മൾ മുകളിലോട്ട് പോയിക്കൊണ്ടിരിക്കുക. ഇവിടെ ഫ്രണ്ടില് ഒരെണ്ണം അങ്ങനെ പൊക്കൊണ്ടിരിപ്പുണ്ട്.
നമ്മളിപ്പോൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഇത് ഇവിടെ നോക്കിയാൽ കാണാം, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് പൊങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ സ്റ്റോപ്പ് ചെയ്യുവേ ഒരു നിന്നു. അവിടെ ആള് കയറണ്ട അടുത്ത്, ഓ, അന്നേരം ഇത് നിൽക്കുമല്ലോ. അതവിടെ നിൽക്കും. ആ സമയത്ത് നമുക്ക് ഫോട്ടോ എടുക്കാനും അങ്ങനെയുള്ള ഇതൊക്കെ ഉണ്ട്. സെൽഫി ഡി ഫോട്ടോ എടുക്കണം. ഇത് അടിപൊളി ചേട്ടാ, അടിപൊളി അടിപൊളി അടിപൊളി. ഫ്ലൈറ്റിൽ പോകുന്നതിന്റെ വേറൊരു രീതി. ആ ഫ്ലൈറ്റ് പോകുന്നതിന്റെ വേറെ. ഇങ്ങോട്ട് അതും ഇങ്ങോട്ട് ഇരുന്നാലേ കാണത്തുള്ളൂ. അല്ല. ആ. Yeah. അതെ, അടുത്ത് അതെ, അങ്ങോട്ടുള്ളത് പോകുന്നേ റിവേഴ്സ്. സാധാരണ ഇവിടുന്ന് ഇറങ്ങുന്നവര് ഇതിനകത്ത് കാണും, പക്ഷെ ഇവിടെ വരുന്നവർ മിക്കവാറും എല്ലാം താമസിച്ച് തന്നെ തിരിച്ചു പോകുന്നു എന്നുള്ളതാണ് ഇതിൽ നിന്ന് മനസ്സിലാവുന്നത്. ഇതിന് എത്രയോ ഒരു ഡയമീറ്ററിലാണ് ഇതിൻ്റെ കേബിൾ കിടക്കുന്നത്. ആ താഴെ കിടന്ന് കറങ്ങുന്ന ചക്രം കണ്ടോ, അതാണ് ഇതിൻ്റെ മുകളിലോട്ട് പൊക്കിക്കൊണ്ടുവരുന്നത്. ഇനി ഇത് ചെറുതാണെങ്കിൽ പോലും ഇതിന് ടൺസ് ഓഫ് മെട്രിക് ടൺസ് ഓഫ് ഭാരം താങ്ങാനുള്ള ശേഷിയുണ്ടെന്നാണ് അവർ അവകാശപ്പെട്ടേക്കുന്നതിൽ. ഇത് അടുത്ത ടവർ കാണാം. ഓ, ഈ ഫ്രണ്ടിലായിരുന്നു കൊള്ളാറുന്നു. ഇതാണ് അടുത്ത ടവർ കണ്ടോ. ഈ ടവറിലൂടെ നമ്മൾ സെക്കൻഡ് ടവറിലെത്തി. സെക്കൻഡ് ടവർ കടന്നു. ഇപ്പം അത് അങ്ങോട്ട് നോക്കിയാ പട 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 പട. ഇപ്പം ഇച്ചിരി ഒന്ന് ശ്വാസം വീണെന്ന് തോന്നുന്നേ. അത് ആര്യവേപ്പിന്റെ സാധനം പോലെ ഇത് മരത്തിന്റെ മുകളിലെത്തിയുണ്ട്. ഞാൻ തായ്വാനിൽ പോയതിന്റെ വീഡിയോ ഞാൻ ഇട്ടില്ലായിരുന്നേ. അത് ഇത് കഴിഞ്ഞിട്ട് കുറച്ച് നാൾ കഴിഞ്ഞ് ഞാൻ ഇടാം. അപ്പം അതും കൂടെ നിങ്ങൾക്ക് എൻജോയ് ചെയ്യാം. ഇവിടെ കുറച്ച് സ്ട്രക്ചേഴ്സ് ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇത് നടന്നു കയറാനായിട്ട് ദാവത് വഴി ട്രയൽസ് ഉണ്ട് കേട്ടോ. ഈ മണ്ടയ്ക്ക് ഇവിടെ വന്ന് ആരെങ്കിലും ഹായ് കാണിക്കണം. അത് കാണിച്ചു. അടുത്ത ടവർ വന്നു. അടുത്ത ടവർ അത് നമ്മൾ എത്തി കേട്ടോ, പോയിന്റിലെത്തി. ഇതാണ് ഇവിടുത്തെ മറ്റേ എന്ത് ടവർ. അയ്യോ, ടവറിന്റെ പേര് വന്നു. ഇത് കാണാനാണ് ഇവിടെ വന്നത്. പറഞ്ഞു. ഇത് കാണാനാണോ ഇവിടെ അതെ അതെ അതെ. നമ്മൾ അടുത്ത സ്റ്റേഷനിലെത്തിയേ. നമ്മുടെ കേബിൾ കാർ സ്റ്റേഷനിലേക്ക് കയറി പോകുന്നതിന്റെ ഏരിയൽ വ്യൂ വെസൽ സ്റ്റേഷനിലേക്ക് എത്തുമ്പോൾ അതിന്റെ സ്പീഡ് തനിയെ കുറയുന്നുണ്ട് കണ്ടോ. ഒന്നെങ്കിൽ ലിമിറ്റ് സെൻസസ് വെച്ചിട്ടാവാം, അല്ലെങ്കിൽ മാനുവലി കൺട്രോൾ ചെയ്യുന്നുണ്ടാവും. ഓരോന്നും അതിന്റെ ഉള്ളിലേക്ക് കയറുമ്പോൾ ഒരു ട്രാക്കിലേക്ക് കയറിയാണ് നീങ്ങുക. ഇതെങ്ങനെ ഓട്ടോമാറ്റിക്കലി തുറക്കുന്നത് മനസ്സിലായോ? എന്തോ ഇതെങ്ങനെ ഓട്ടോമാറ്റിക്കലി തുറക്കുന്നത് മനസ്സിലായോ? അതിൻ്റെ ആ ഓരോ ഇതിൻ്റെയും ക്യാബിൻ്റെയും താഴെ ഒരു ലിവറുണ്ട് താഴോട്ട്. ഈവൻ ആ താഴെ ചെല്ലുമ്പോൾ ഒരു പിന്നെ ട്രാക്ക് പോലെ സാധനം ഇരുമ്പിൽ കെട്ടിയേക്കുന്നുണ്ട്. കറക്റ്റ് ആ ട്രാക്കിനകത്തോട്ട് തന്നെ അവൻ കയറി അകത്ത് ചെല്ലുമ്പം അത് പൊങ്ങും. ഒരു ആ ബട്ടൺ അവിടെ ചെല്ലുമ്പോൾ നാരോ അല്ലേ, ഇങ്ങനെ പൊങ്ങും. ഇങ്ങനെ പൊങ്ങുമ്പോൾ ഇത് ഓട്ടോമാറ്റിക്കലി ഓപ്പൺ ആവും. അവരുടെ പട്ടി കുറയ്ക്കാൻ തുടങ്ങി. സ്റ്റേഷനിലെത്തിയതിൻ്റെ അവന് മനസ്സിലായതാണ്. ചാടി ഇറങ്ങണേ. ചാടി ഇറങ്ങണോ? അവളെങ്ങാനും ചാടി ഇറങ്ങുകയും ചെയ്യും. അർത്ഥത്തില്ല. ഞാൻ നോക്കും, ഞാൻ അവർ ഇറങ്ങുന്ന നോക്കിയിട്ട് ചെയ്യുന്നത്. അവിടെ ആള് വരും. പയ്യെ അങ്ങോട്ട് ഇറങ്ങിക്കും. തനിയെ ഓപ്പണായി. Hi there, folks. Welcome to the top station. Okay. That's great. Thank you. So, some more information down the path for you. Thank you. And last cable car's 5 o'clock. Thank you. Yeah, last at 5 o'clock. Some more information down the path for you. And last cable car's 5 o'clock. Okay. Have a really good afternoon. Thank you. Thanks a lot. Bye. താങ്ക്സ് ഫോർ വാച്ചിങ് ദ വീഡിയോ. പുത്തൻ കാഴ്ചകളും വിശേഷങ്ങളുമായി മറ്റൊരു വീഡിയോയുമായി ഞങ്ങൾ നിങ്ങളുടെ മുന്നിൽ വീണ്ടും വരുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടമായവർ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക. വീഡിയോകൾ മിസ്സാകാതിരിക്കാനായി സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ബട്ടൺ അമർത്തി നോട്ടിഫിക്കേഷൻസ് ഓൺ ആക്കുക. താങ്ക് യു.